കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അപ്പുണ്ണേട്ടാ, ഇത് അളവ് കൂടുതലുണ്ടെന്നാ തോന്നണേ. തെറ്റിയ മിണ്ടണ്ടാന്നാ? അതെ, ഞാൻ അതിനകത്ത് പാല് കുറച്ച് അധികം ഒഴിച്ചടാ. പാലധികം ഒഴിക്കേ? എന്തിന്? എന്റെ സന്തോഷത്തിന്. അമ്മ അറിയണ്ടാട്ടാ. സന്തോഷത്തിന് പാലധികം ഒഴിക്ക? വേറെന്തൊക്കെ മരിക്കാൻ തരിക? കുറച്ച് ചാണകം എടുക്കട്ടെ? എനിക്കെന്തിനാ ചാണകം? ചാണകം വളടാ, ചെടിക്കും വാഴക്കൊക്കെ. വേണമെങ്കിൽ കുറച്ച് ഗോമൂത്രം തരാം, ചീരക്ക് നല്ലതാ. അപ്പുണ്ണേട്ടാ, എനിക്ക് ഈ ചാണകവും ഗോമൂത്രം ഒന്നും വേണ്ട. എനിക്ക് ഒക്കെ നിനക്ക് തരാൻ തോന്നണേ. പിന്നെ ഇതിപ്പോ ഞാൻ കൊണ്ടുപോവാ. പക്ഷെ നാളെ തൊട്ട് അധികം പാലൊഴിക്കണ പരിപാടി വേണ്ടാട്ടാ. ഇഷ്ടായില്ലേ? ഇഷ്ടാവാത്തോണ്ടല്ല, രാജ്ഞിയുടെ തല്ല അപ്പുണ്ണേട്ടൻ കൊള്ളണതേ ഞാൻ നോക്കി നിൽക്കേണ്ടി വരും. രാജ്ഞി, നീനിത് അമ്മയോട് പോയിട്ട് വിളമ്പാൻ നിൽക്കണ്ട. എന്റെ സന്തോഷത്തിന് ഇരുന്നല്ലേ, നീ പോക്കോ. അതെ, അമ്മയോട് പറയില്ലട്ടാ. അനന്താ. പങ്കാമാ. അല്ല എന്തായി? എന്ത്? അല്ല ഇന്നലെ മറ്റേ നജീബിനോട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് നടന്നാ? അതൊക്കെ നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ നടക്കാണ്ടിരിക്കടാ. എന്താ അതൊക്കെ റെഡിയായി? ആണോ? ഓ സമാധാനായി. ഈ നജീബിനെ, നമ്മുടെ ഈ ജ്വല്ലറി ഉടമൻ നജീബിനെ പണ്ടൊരിക്കെ ഒരു റെയ്ഡിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങള്. ഞങ്ങളെന്ന് പറഞ്ഞാ ഞങ്ങളുടെ പാർട്ടി. അപ്പൊ അതിന്റെ ഒരു നന്ദി എന്നോട് കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ലോ. നമ്മളൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ തട്ടാൻ പറ്റില്ല. അപ്പൊ നാളെ തന്നെ ദേവിയോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതെ അല്ലേ? വലിയ ആശ്വാസമായി. പിന്നെ മാത്രല്ല, ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശല്ലേ? മോശം, വളരെ മോശല്ലേ? എന്നാലും എന്റെ പങ്കമ, നിങ്ങളെ ആള് ഭയങ്കര സംഭവം തന്നെയാണ്. അല്ല, ഒരു ജോലിയുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടേ എത്ര നിസ്സാരമായിട്ടാ സംഗതി നടപ്പാക്കിയത്. ഇതൊക്കെ നിസ്സാര കേസല്ലടാ. അതെ പങ്കമ, ഞാൻ വേറൊരു കാര്യം ആലോചിക്കാം. എന്തത്? ഇപ്പൊ ഈ സമയങ്ങളിൽ എനിക്ക് ഫീൽഡ് വർക്കാണ്. ഒരു 4 ദിവസത്തെ വർക്ക് അങ്ങോട്ട് ചടപടേന്ന് പറഞ്ഞിട്ട് 2 ദിവസം കൊണ്ട് തീർത്തു കഴിഞ്ഞാല് ബാക്കി 2 ദിവസം കൂടെ വീട്ടിലിരിക്കാം. ദേവികയോട് എന്തെങ്കിലും പറഞ്ഞിട്ട് അവിടെ നിന്ന് ലീവ് എടുപ്പിക്കാം. അപ്പൊ അവൾക്ക് ഇപ്പൊ അവിടെ അത്ര വലിയ ശമ്പളം കിട്ടുന്ന ജോലിയൊന്നും അല്ലല്ലോ. അല്ല, അപ്പൊ ഇവിടെ വന്നിരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് വേറെ ഒന്നുമില്ല. അല്ല, അതിപ്പോ നിങ്ങളുടെ ഇഷ്ടം, എന്തിലായിക്കോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഈ നജീബിനെ, ഈ ജ്വല്ലറി ഉടമ നജീബിനെ റെയ്ഡിന്ന് രക്ഷപ്പെടുത്തിയൊരു കഥയുണ്ട്. കഥ എന്ന് പറഞ്ഞാൽ കേക്കട്ട കഥയത്. അതായത് അന്ന് ഈ നജീബ് ഓടിക്കൊണ്ട് വരിക. നജീബിന്റെ ഈ റെയ്ഡിന്ന് ഞങ്ങള് രക്ഷപ്പെടുത്തിയൊരു കഥയെ പറയണത്. അപ്പൊ അന്ന് നജീബ് കാര്യം പറഞ്ഞു. അതായത് അതെ, സമയം ഒരുപാട് വൈകി. ഇപ്പൊ തന്നെ ഇറങ്ങേണ്ട സമയം വൈകി കഴിഞ്ഞു. ഒരു കാര്യം ചെയ്യാം, കഥ നമുക്ക് ഓഫീസ് വിട്ടു വന്നിട്ട് കേൾക്കാം. ഓ അത് ശരി, ഇപ്പൊ നിന്റെ ആവശ്യം കഴിഞ്ഞല്ലോ അല്ലേ? അങ്ങനെയല്ലാതെ ഇതൊരു ത്രില്ലിംഗ് കഥയല്ലേ? അതാണ്. അപ്പൊ തുടക്കം മുതൽ കേട്ടില്ലെങ്കിൽ അതിന്റെ രസം പോകും. അത് ശരിയാ, ബ്രേക്ക് വരാൻ പാടില്ല. അത് കേൾക്കേണ്ട കഥയത് ഞാൻ പറഞ്ഞുതരാത്. മാത്രല്ല പങ്കാമ പറഞ്ഞിട്ടെ കേൾക്കണേ. ഞാൻ പറഞ്ഞുതരാം. എന്നാ പിന്നെ ഞാൻ ഇറക്കിയാലോ? എന്നാ ആയിക്കോട്ടെ, എന്നാ പോയിക്കോ. ശരി ശരി. ഇപ്പോ
അളിയൻ കഥ പറയുമ്പോ ഞാൻ അളിയനെ ഒഴിവാക്കണ മാതിരി ഇവന്നെ ഒഴിവാക്കിയതാണോ? ഏയ് ഒന്നുമില്ല. അമ്മേ, ആ ഞാൻ ഇറങ്ങുക. നീ ഭക്ഷണം കഴിച്ചാ? ആ, ഭക്ഷണം കഴിച്ചു. ആ എന്നാ ശരി. എവിടെ പോയി കിടക്കണം? അങ്ങളെ എന്നെയും കൂടെ കൊണ്ടുപോവോ? എവിടേക്ക്? എവിടെങ്കിലും. അങ്ങള് ഓഫീസിൽ പോവണേ. അപ്പൊ എങ്ങനെ കൊണ്ടുപോകും? കൊണ്ടുപോകണം. പിന്നെ കൊണ്ടുപോവാ? വേണ്ട, ഇപ്പൊ തന്നെ പോണം. അയ്യ, അങ്ങനെ വാശി പിടിക്കാൻ പാടില്ല. അച്ഛൻ ഓഫീസിൽ പോണ്ടേ? എനിക്ക് ഇപ്പൊ തന്നെ പോണം. പിന്നെ പോവാം. പിന്നെ പോവാം. അല്ലെങ്കിൽ പിന്നെ പോയാ മതി. അതെ, അച്ഛനൊരു വന്നേ. എവിടെ? ഓക്കെ. ദേവട്ട പോയി കിടക്കരുത്. ഞാൻ എത്ര നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കുകയാണ്. അമ്മയുടെ കണ്ണ് വെട്ടിച്ചല്ലേ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. ഞാൻ നീ കേൾക്കാൻ വേണ്ടിട്ടാ ഞാൻ ഈ അലർക്കൊണ്ടിരിക്കണത്. എനിക്ക് മനസ്സിലായി, പക്ഷെ അടുക്കളയിൽ നിന്ന് വരണ്ടേ? അമ്മയില്ലേ കൂടെ? അപ്പൊ നിനക്ക് ആ വിളി കേട്ട് കഴിഞ്ഞാൽ ഒന്ന് പതുക്കെ പോന്നൂടെ ഇവിടുന്ന്? പിന്നെ പതുക്കെ പോന്നൂടെ? 4 ചോരുന്ന ആൾക്കാർ നോയിക്കൊണ്ടിരിക്കുക. ഒരുമാതിരി പട്ടാള ക്യാമ്പിൽ പെട്ട അവസ്ഥയാണ് എന്റെ. ലീവിന്റെ കാര്യമാണെങ്കിൽ അതൊന്നും എന്നോട് പറയണ്ട. എനിക്കറിയില്ല. അതൊക്കെ ഓഫീസിൽ വന്ന് സംസാരിക്കുക. ഓക്കെ? എന്താടാ എന്താ? അല്ല, ലീവിന്റെ കാര്യം പിന്നെ ചോദിച്ചോണ്ടിരിക്കുകയാണേ. നീ ഇറങ്ങണില്ലേ? ഞാൻ ഇറങ്ങാണ്. ആ എന്താ മോളെ? അല്ല, ഞാൻ ലീവിന്റെ കാര്യം എങ്ങനെയാന്ന് ചോദിക്കായിരുന്നു. എന്താ അവൻ പറയണത്? ശരിയാവില്ലേ? ഇല്ലാന്ന്. ഈ ചെക്കന്റെ ഒരു കാര്യം. വൈകുന്നേരം വരട്ടെ, അമ്മ ഒന്നുകൂടി പറഞ്ഞു നോക്കാം കേട്ടാ. ദേവികേ, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. എന്ത് കാര്യം? ജോലിയുടെ അനന്തനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നാളെ തന്നെ പോകാൻ റെഡി ആയിക്കോളൂ. അല്ല, അപ്പൊ അവിടെ ചെല്ലുമ്പോ പരിചയക്കാര്? ഒരു കുഴപ്പമില്ല, നല്ല ആൾക്കാരല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അങ്ങനെ അങ്ങോട്ട് കൊട്ടുപോവോ? നല്ല കാര്യേ. രാവിലെ ഇപ്പോ? രാവിലെ നമ്മളൊരു 9 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം. 5 മണിക്ക് നമ്മളിവിടെ തിരിച്ചു വരും കേട്ടോ. വേറെ ആരോടും പറയണ്ട. ഇവിടെ എന്ത് പറയും? ഇവിടെ എന്ത് വിട്ടിത്താ ഈ പറഞ്ഞത്? നമ്മൾ ജോലിക്ക് പോവാന്ന് പറഞ്ഞാ പോരെ? ഓ, ജോലിക്ക് പോവാന്ന് പറഞ്ഞാ മതി അല്ലേ? അങ്ങനെ പറഞ്ഞാ മതി. ഇതുപോലൊരു അവസരം ഇനി നമുക്ക് കിട്ടില്ല. അതാ ഞാൻ പറയണേ കേട്ടോ. എന്നാ ശരി. ശരി. കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഷാഹിദ. പാട്ടൊക്കെ പാടി രാവിലെ എങ്ങോട്ടാ? കേബിൾ ഓഫീസിലേക്കാ? കേബിൾ ഓഫീസിലേക്കാണോന്ന്? ഏയ്, ഞാനേ എന്റെ ബന്ധു വീട് വരെ ഒന്ന് പോണേണ്. കുറച്ച് സ്ത്രീധന ബാക്കി കിട്ടാണ്ടേ, അത് പോയി മേടിച്ചോണ്ട് വരാന്ന് കരുതി രാവിലെ. എന്താ വന്നണ്ടാ നീ? ദേ അമ്പിളിക്ക, സ്ത്രീധനം ചോദിക്കുന്നതും വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും കുറ്റകരാന്നറിയാലോ. വെറുതെ എന്നെ കൊണ്ട് കേസ് കൊടുപ്പിക്കണ്ട. എന്റെ പൊന്നെ, നീ കേസൊന്നും കൊടുക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞാണ്. ആ, അങ്ങനെ വഴിക്കുവാ. നീ തന്നെ ഒരു ധനമല്ലേ, പിന്നെ എനിക്ക് എന്തിനാ സ്ത്രീധനം? അതെ അതെ.
അതെ, എന്തേ? ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ആ അയ്യോ, അതല്ല. പിന്നെ ചോദിച്ചാ ചൂടാവല്ലേ? നീ പറ, പൈസ ഒന്നും ചോദിക്കരുത്. പൈസ ഒന്നും വേണ്ട. എന്നാ പറ. ഈ പങ്കിയമ്മാവന്റെ സ്വഭാവം എങ്ങനെയാ? പങ്കിയമ്മ എന്ന് പറഞ്ഞാൽ തങ്കപ്പെട്ട സ്വഭാവമല്ലേടി. ഇത്രയും നല്ലൊരു മനുഷ്യൻ നമ്മുടെ പഞ്ചായത്തിലുണ്ടാവില്ല. പക്ഷെ ചില സമയങ്ങളിൽ ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യൻ ഇന്ത്യയിലുണ്ടാവില്ല. എന്താ കാര്യം എന്താണ്? അല്ല, അമ്മാവനെ ഈ അനന്തരവന്റെ സ്വഭാവം കുറച്ച് കിട്ടിയിട്ടുണ്ട്. എന്റെ സ്വഭാവം? എന്ത് സ്വഭാവം? പ്രേമത്തിന്റെ. ദേവികേച്ചിയായിട്ട് ഞാൻ പറഞ്ഞില്ലേ, എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട്. എന്റെ ഷാഹിന, നീ അന്ന് എന്നോട് പറഞ്ഞപ്പോ തന്നെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, പങ്കിയമ്മാവൻ അങ്ങനെയുള്ള ഒരാളല്ല. പുള്ളി ഇത്രയും വയസ്സും പ്രായവും ഒക്കെ ആകുമ്പോ അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കൂല. നിന്റെ സംശയമാണിത്. ഞാൻ കണ്ടതേക്കാ. എന്ത് കണ്ടെന്നാ നീ പറയണ? നീ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോ എന്തെങ്കിലും അങ്ങോട്ട് കാണാനല്ല ആരെങ്കിലും കുറിച്ച്. എന്താ കുഴപ്പമെന്നറിയാമോ നിന്റെ? ഈ ഒറ്റപ്പെട്ട് ജീവിച്ചേ നിന്റെ മനസ്സിൽ അങ്ങനെ സംശയം കയറിയതാണ്. ഇവിടെ എല്ലാവരും കൂടി സോഷ്യലായിട്ട് ഒന്നിച്ച് താമസിക്കുന്ന ഒരു വീടാണിത്. ഇവിടെ ആരുടെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തയൊന്നും ഇല്ല. എന്തെന്നാ ഇക്ക ഈ പറയണേ? പിന്നെ അപ്പൊ ഇക്കക്ക് ഞാൻ പറയുന്ന വിശ്വാസം ഇല്ല? നീ പറയണ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, നീ അങ്ങനത്തെ കണ്ണിൽ അവരെ കാണുമ്പോഴാ തോന്നണ. എന്ത് കണ്ടെന്നാ പറയണ നീ ഇപ്പൊ? അതൊക്കെ ഞാൻ കണ്ടു. ഷാഹിന, ഞാനൊരു കാര്യം പറയാ. മേലാല് നീ ആരെങ്കിലും കുറിച്ച് സംശയം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാ നിന്റെ ഈ സ്വഭാവം കൊള്ളൂലാട്ടാ. ചെല്ലി കണ്ടുപോലും. ഞാൻ പോയേക്കാം. പക്ഷെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ പിന്നെ ഞാൻ പറഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. ഇവിടെ ഒന്നും സംഭവിക്കാൻ പോലല്ല നീ സംശയിക്കണ പോലെ. മോളി ചെല്ലാൻ നോക്ക്, ചെല്ലി. അതെ, നിന്റെ സംശയ ദൃഷ്ടിയിൽ ഇനി അച്ഛൻ മാത്രമേ ഈ വീട്ടിൽ ബാക്കിയുള്ളൂ സംശയിക്കാൻ. അച്ഛനും ആ മീൻ കൊണ്ട് തന്നെ ശാന്തേച്ചിയും തമ്മിൽ നല്ല സൗഹൃദത്തിലാണ്. അവര് നല്ല ചിരിയും കളിയും തമാശയൊക്കെ ഉള്ളതാണ്. നീ അച്ഛനെ അവരെ ചേർത്ത് പറയരുതട്ടോ ഷാഹിന. ആ ചെല്ലി. അല്ലെങ്കിലേ നീ പുറത്തോട്ട് പോണ്ട, ഇവിടെ ഇരുന്നോ. നീ പുറത്തോട്ട് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും പുതിയത് കണ്ടുപിടിച്ചിട്ട് വരും. ഇവിടെ ഇരുന്നോ, ഇറങ്ങാൻ നിൽക്കണ്ട. നീ എന്താ ഐസക് ന്യൂട്ടനാ ദിവസം ഓരോന്ന് കണ്ടുപിടിക്കാൻ? ദേവികേ, ദേവികേ, വാതിൽ തുറക്ക് ദേവികേ. ദേവികേ, എടി. എന്താ ഈ നീ എന്താ ഇവിടെ? ഞാൻ വെള്ളം കുടിക്കാം.
അപ്പൊ ഞാൻ അവിടെ നിന്ന് വന്നപ്പോ നിന്നെ കണ്ടില്ലല്ലോ. ആര് പറഞ്ഞു? എന്റെ മുമ്പ് കൂടെ അമ്മ വന്നത്. ആണോ? എന്നെ നോക്കും കൂടെ ചെയ്തു. ഉറക്കപ്പിച്ചില്ലട അമ്മ. അതാണ് ഞാൻ കണ്ടില്ല. എന്നിട്ട് നീ വെള്ളം കുടിച്ചാ? വെള്ളം കുടിച്ചില്ല. അല്ല, വെള്ളം കുടിച്ചു. അമ്മ എങ്ങോട്ടാ വെള്ളം കുടിക്കാനല്ലേ? വെള്ളം എടുക്കണം. അയ്യോ വേണ്ട, വെറുതെ എന്തിനാ. കൊള്ളാമേ, സുന്ദരിയായിട്ടുണ്ട്. സത്യം? അത്രയ്ക്കൊന്നുമില്ല. അല്ലേലും നീ അച്ഛന്റെ കൂട്ടാണല്ലോ. അമ്മേ, എന്റെയും കൂടി കൊണ്ടുപോവോ? എവിടെ? ഓഫീസില്. അമ്പടാ, അതിന് വേണ്ടിട്ടല്ലേ നീ എന്നെ ഇപ്പൊ പൊക്കി പറഞ്ഞത്? കള്ള. അവിടെ കുഞ്ഞുങ്ങളെ കേട്ടത്തില്ല. അതെന്താ? അവിടുത്തെ സാറുണ്ട്, സാറ് സമ്മതിക്കത്തില്ല. പിള്ളേരെ വെളിയിൽ നിർത്തും ഓഫീസിന്റെ. തന്നെ നിന്ന് ആരെങ്കിലും പിടിച്ചോണ്ട് പോകത്തില്ലേ? അമ്മയും കൂടി വെളിയിൽ നിന്നാ പോരെ? അയ്യടാ, അമ്മയും കൂടി വെളിയിൽ നിന്നാ പോരെ. കുഞ്ചു, അമ്മ ജോലിക്ക് പോട്ടെ. അമ്മയ്ക്ക് ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളമില്ലേ, അതുകൊണ്ട് നമുക്ക് ചോക്ലേറ്റ് മേടിച്ചു തരും. കാർ മേടിക്കാൻ പറ്റുമോ? കാറ് മാത്രമോ? വലിയ വിമാനം തന്നെ അമ്മ വാങ്ങിച്ചു തരത്തില്ലേ? വിമാനം വാങ്ങിച്ചു തരും? വലിയ വിമാനം വാങ്ങിച്ചു തരും. പക്ഷെ ആര് ഓട്ടിക്കും? അച്ഛൻ ഓട്ടിക്കും. അച്ഛനല്ല, അങ്കിള്. അമ്പോ, അങ്കിൾ ഓടിക്കും. നല്ല കുട്ടികളായിട്ട് രണ്ടുപേരും ഇരിക്കുക. അമ്മ വരുമ്പോഴത്തേക്കും ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് വരാം. പിന്നീട് ഒരു ദിവസം രണ്ടുപേരും ഞാൻ ഓഫീസിൽ കൊണ്ടുപോവാം. എന്നെ കൊണ്ടുപോണേ? രണ്ടുപേരെയും കൊണ്ടുപോകില്ലേ അമ്മ? അല്ല, നീ ഇതവിടെ പോട്ട് വരുന്നു? പോയി വരല്ല, പോവാൻ നിൽക്കല്ലേ. ആഹാ, അപ്പൊ നീ ഇവിടുന്ന് പോവാന്നോ? എവിടെ പോവാൻ? അളിയ, ഇന്ന് ദേവിക നമ്മുടെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ജോലിക്ക് പോവല്ലേ. അപ്പൊ വെറുതെ ഇനിയിപ്പോ ആദ്യത്തെ ദിവസം തന്നെ ബസ്സിൽ കൊത്തിപ്പിടിച്ച് കയറി പോകണ്ട, ഒരു ഓട്ടോറിക്ഷയിൽ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അതേതായാലും നന്നായിടാ. പിന്നെ അന്യ പെൺകുട്ടിയാണെങ്കിലും നമ്മുടെ തറവാട്ടിൽ നിന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പോവാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അതെല്ലാം ഒരു അഭിമാനം തന്നെ. അതാണ്, ആ നിലയ്ക്ക് നോക്കുമ്പോ നമ്മുടെ സ്വന്തം തന്നെയാണ് അല്ലേ? അല്ല, അതിന്റെ ഒരു അങ്ങനെയാണല്ലോ അതിന്റെ ഒരു ഇത് വരിക പറയുമ്പോ. എന്താണ് ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ട? ആരാ വന്നേ? ഏയ്, ആരും വന്നതല്ല, ദേവികയ്ക്ക് ജോലിക്ക് പോകാൻ വേണ്ടിട്ടേ അത് കൊണ്ടുവന്നാ. ആള് റെഡി ആയില്ലേ? ഓ, റെഡി ആയിട്ടുണ്ട്. ദേവികേ, മോളെ, ഇത് ഓഫീസിൽ പോവാൻ വണ്ടി വന്നിട്ടുണ്ട്. ഏയ്, ദേവിനെ വിളിച്ചപ്പോ ദേവനാണല്ലോ വരുന്നേ. അല്ല, അനന്തൻ, ദേവിക എവിടെ? ദേവിക എവിടെയെന്ന് എന്നോട് ചോദിക്കണേ? അല്ല, അതല്ല. അല്ല, അതെന്താ എല്ലാരും കൂടെ? അതെ, ആ കുട്ടി ആദ്യമായിട്ട് ഓഫീസിൽ പോയില്ലെന്ന്. അപ്പൊ അതിന് സ്ഥലമൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ വിളിപ്പിച്ചതാ പോവാൻ വേണ്ടിട്ട്. ഓ, ഓട്ടോറിക്ഷയിലൊക്കെയാണ് ഓഫീസിൽ പോക്ക്? ഓട്ടോറിക്ഷയിൽ പോകണ്ടായിരുന്നു, നീ പോകുമ്പോണ്ട് കൂട്ടായിരുന്നില്ലേ? രണ്ടാളും ഒരു ഓഫീസിലല്ലേ ജോലി ചെയ്യണത്. അയ്യയ്യേ, എന്താണ് ഈ അമ്മയ്ക്ക് എന്റെ പങ്കിയാമ? എന്റെ അമ്മ, ഞാൻ ആ പെൺകുട്ടീനും വണ്ടിയിൽ ബാക്കിൽ എടുത്തിട്ടാണ് പോണത്. ആളുകൾ എന്തൊക്കെ പറയും, വെറുതെ ഇല്ലാത്ത ഓരോ കഥകൾ പറഞ്ഞുണ്ടാക്കാൻ. പിന്നെ ആളുകൾ കണ്ടുള്ള ഒരു പ്രശ്നമാണ്. പിന്നെ മാത്രല്ല, ആ വണ്ടി ഇപ്പൊ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കിയതാ എനിക്ക് പോകാൻ വേണ്ടിട്ടാ, അല്ലാണ്ട് കണ്ടി കണ്ട ആളുകൾ വെച്ച് പോകാനല്ല. കണ്ണി കണ്ടൊന്നല്ല. എന്ത്? അല്ല, ഒരു വീട്ടിൽ നിന്ന് തന്നെയല്ലേ ഈ പോണേ, കുറെ കഴിയുമ്പോ അങ്ങനെ കണ്ടായിക്കോളും. എടാ, അത് ആദ്യമായിട്ട് പോവാണ്, പരിചയമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പൊ ആരെങ്കിലും ഒന്ന് കൂടെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലാണ്ട് നീ തന്നെ കൊണ്ടുപോകണമെന്ന് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞല്ല അമ്മ. ഇനിയിപ്പോ ആ പെൺകുട്ടീനെ ഒറ്റയ്ക്ക് വിടാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതാ വങ്കയാൻ വെറുതെ വങ്കയാൻ നോക്കോട്ടെ. ഏയ്, ഞാൻ എന്തിനാ പോണേ? എനിക്ക് വയ്യ. സീതാലക്ഷ്മി, ഓ, നീ ആ ഷർട്ടും കേട്, ഞാൻ കൂടെ പോവാം. അച്ഛൻ എന്തിന്റെ കേടാണ്? എന്തിനാ അച്ഛൻ പോണത്? പങ്കി അവിടെ നിൽക്കല്ലേ? അല്ല, അതുകൊണ്ടല്ല, അല്ലെങ്കിലും അളിയൻ പോയാൽ ശരിയാവില്ല. ഒരു പെണ്ണ് ജോലിക്ക് പോകണമെന്ന് വിചാരിച്ച് കെട്ടി ഒഴിഞ്ഞ് അളിയ എന്റെ പിന്നാലെ പോവാന്ന് വെച്ചാൽ അത് വേണ്ട. ഞാൻ പോയിക്കോളാം. അല്ല പിന്നെ അല്ലെങ്കിൽ എണീറ്റിട്ട് പല്ല് വെച്ചിട്ടും കൂടി ഇല്ല, ആളാണ് ഇപ്പൊ പുറത്തേക്ക് പോവാൻ നിക്കണം.
എന്നിട്ട് എവിടെ ആളെ കാണാനില്ലല്ലോ? ദേവികേ മോളെ എന്തോ ഇറങ്ങാൻ സമയായിട്ടാ. വരുന്നു അമ്മേ. പോരു. ആ വരട്ടെ വരട്ടെ. ഓട്ടോറിക്ഷക്കാരനെ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. എന്നാ അനന്തൻ ഇറങ്ങിക്കോ. അങ്ങനെ ആവട്ടെ. അമ്മ പോയിട്ട് വരാം. ആ നന്നായി വരട്ടെ മോളെ. അയ്യോ ഇത് എപ്പോഴും വേണ്ട മോളെ. അമ്മ വാ. അപ്പൊ അല്ല ഞാൻ വരുന്നുണ്ടല്ലോ. അമ്മ വരുന്നുണ്ടല്ലോ. അമ്മാവനോട് പോവാ? അല്ല ഞാൻ ദേവികനെ കൊണ്ടാക്കാൻ ആദ്യമായിട്ട് പോവല്ലേ, അപ്പൊ പിന്നെ ഒറ്റയ്ക്ക് പോണ്ട. ഒറ്റയ്ക്കൂടണ്ട. അമ്മ പിള്ളേരുടെ കാര്യം ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ എല്ലാരും ഇവിടെ ഉണ്ട്. ആ പൊണ്ണീരുടെ പുറത്ത് കളിക്കുന്നുണ്ടേ. ശരി പോയിട്ട് വാ. ശരിയാ പോവാ.